ഏത് പനിയാണെങ്കിലും മനസ്സിലായില്ലേ, 3 ദിവസത്തിനപ്പുറം ഒരു പനിയും ചികിത്സിക്കേണ്ടി വരില്ല. ഞങ്ങളെ സമയത്തോളം കോവിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ രോഗമോ പുതിയ വൈറസോ ഒന്നുമല്ല. ഇത് നേരത്തെ മുതലേ ഞങ്ങൾ ചികിത്സിക്കുന്ന വെറും വൈറൽ ഫീവറാണ്. ഞാൻ ഒരിക്കൽ വരുമ്പോൾ അങ്ങ് മാസ്ക് വെച്ചിട്ടില്ല. അത് നിങ്ങൾ പല ചാനലിലും പറയുകയും ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്യാൻ ആൾ വരുമെന്ന് പറഞ്ഞാൽ ഞാനിരുന്നത് നിങ്ങളിത് പറഞ്ഞുകൊണ്ട്. ഹോമിയോപ്പതി മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. എനിക്ക് ക്യാൻസർ വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ഹോമിയോപ്പതിയിലെ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട്. അപ്പം നിങ്ങൾക്ക് കീമോ ഉള്ള പോലത്തെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കീമോതെറാപ്പി കൊടുത്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു സൈഡ് എഫക്ട്സ് ഹോമിയോപ്പതിയിലില്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വരുന്നവരോ അതല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തിട്ട് വരുന്നവരോ കാലാകാലങ്ങളിൽ അവർ പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ അതെല്ലാം നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. പഞ്ചാര ഗുളികയാണെന്നും മധുരമുട്ടായി ആണെന്നും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണെന്നും ആർക്കും പഠിക്കാൻ പറ്റുന്നതാണെന്നും ഒക്കെയാണ് കൺസെപ്റ്റ്. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. നമുക്കൊരു രോഗം വന്നാൽ പ്രധാനമായും 3 ചികിത്സാ രീതികളാണ് ആശ്രയിക്കുന്നത്. ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. അത് അലോപ്പതി, ആയുർവേദം, ഹോമിയോ. ഈ 3 ചികിത്സാ രീതികളാണ് പൊതുവെ ആശ്രയിക്കുന്നത്. യുനാനി മുതൽ പ്രകൃതി ചികിത്സ വരെ ധാരാളം ചികിത്സാ രീതികൾ വേറെയുണ്ട്. കൂടാതെയാണ് നമ്മൾ ദന്തിസ്റ്റിനെ കാണാൻ പോകുന്നതും മറ്റും. ഇതിൽ അലോപ്പതി മാത്രമാണ് ശാസ്ത്രീയമെന്നും അതാണ് മോഡേൺ മെഡിസിൻ എന്നും വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. നിസ്സാരമായ രോഗം വന്നാൽ പോലും അലോപ്പതി ചികിത്സയ്ക്ക് ഓടിപ്പോകുന്നവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ അലോപ്പതി ചികിത്സ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഒരു കൊള്ള സംഘമായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ തീരുന്ന പനി പോലും ആയിരക്കണക്കിന് രൂപ മുടക്കി ചികിത്സിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഈ മോഡേൺ മെഡിസിനുള്ള ഏറ്റവും വലിയ കുഴപ്പം അതിൻ്റെ പാർശ്വഫലങ്ങളാണ്. ഒരു പനി വന്നാൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഒരു മരുന്നുമില്ല. പക്ഷേ ഇവിടെ ആൻറ്റിബയോട്ടിക് എടുത്തുനിന്ന് വരും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും നമ്മളെ രോഗികളാക്കുകയും ചെയ്യാനുള്ള സാഹചര്യം. ഇത്തരം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷേ അലോപ്പതി ചികിത്സയ്ക്കെതിരെ ഒന്നും ആരും സംസാരിക്കില്ല. അലോപ്പതി ചികിത്സയുടെ പിഴവ് കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ നഷ്ടപരിഹാരം പോലും കിട്ടില്ല. കാരണം IMA എന്ന് പറയുന്ന സംഘടനയിലെ അംഗങ്ങളാണ് ഡോക്ടർമാർ. ആ ഡോക്ടർമാരാണ് വിദഗ്ധരായി അത് ശരിവയ്ക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിൽ മറ്റു ചികിത്സാ രീതികളൊക്കെ എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ചികിത്സാ രീതികൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് ഇന്നത്തെ ഷൂട്ട് അറ്റ് സൈറ്റിൽ. നമ്മുടെ ഇന്നത്തെ അതിഥി ഹോമിയോ ചികിത്സാ രംഗത്തെ പ്രഗത്ഭനായ ഡോക്ടർ യഹിയ പറക്കവെട്ടി. ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ആലുവയിലും തിരുവനന്തപുരത്തും ഹോമിയോപ്പതി കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നു. ഹോമിയോപ്പതിയെ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. കോവിഡ് കാലത്ത് ഹോമിയോപ്പതിക്ക് വേണ്ടി ധാരാളം നിയമയുദ്ധങ്ങൾ വരെ നടത്തിയ ഡോക്ടർ യഹിയുമായി വിശദമായി സംസാരിക്കാം. നമസ്കാരം. നമ്മൾ തമ്മിലുള്ള പരിചയം വാസ്തവത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. ഞാനത് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അങ്ങനെ ഒരുപാട് ശല്യം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അത് അതായത് കോവിഡ് കാലത്താണ് അല്ലേ? അതെന്താണ്, എങ്ങനെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചത്? അങ്ങേക്ക് ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചാനൽ ഞാൻ വീക്ഷിക്കുകയോ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമോ എന്ന് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബർ, പ്രത്യേകിച്ച് വാർത്തകൾ നിങ്ങളെ ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. പക്ഷേ ഈ കോവിഡ് കാല സമയത്ത് ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി മരുന്ന് കോവിഡിന് നല്ലതാണെന്നും അത് പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കാമെന്നും സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു, ആയുഷ്. പക്ഷേ അത് കേരളത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അത് നമ്മുടെ മീഡിയാസിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിലോ അത് വിളിച്ചു പറയാനോ അത് പറഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. പലരും നമ്മൾ സമീപിച്ചിട്ടും അത് നടന്നില്ല. മാധ്യമങ്ങളൊന്നും തന്നെ അത് നമ്മൾ ഈ ഡേറ്റാസ് കൊടുക്കുമ്പം അവരത് തിരസ്കരിക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങളുടെ കൂടെ LLBക്ക് പഠിച്ചിരുന്ന ഒരു വ്യക്തി എൻ്റെ ക്ലിനിക്കിൽ എൻ്റെ പേഷ്യൻ്റായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഷാജൻ സ്കറിയെ ഒന്ന് സമീപിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് നമ്പർ തരുന്നു. ഞാൻ അന്ന് മുതൽ ഏതാണ്ട് 29 ദിവസം ഞാൻ ഷാജൻ സ്കറിയായി വിളിക്കുകയും വാട്സപ്പിൽ ഞാൻ ഡേറ്റാസ് ഇടുകയും ചെയ്യുക. എല്ലാ ദിവസവും ഈ പറയുന്ന പുതിയ ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഓർഡർ സഹിതം ലോകത്ത് പല സ്ഥലത്തും ഹോമിയോപ്പതി ഉപയോഗിക്കുന്നതിൻ്റെ ഡേറ്റാസ് ഞാൻ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് നിങ്ങൾ 29 ദിവസവും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. 29ാമത്തെ ദിവസം എന്നോട് എന്താണ് നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും എന്നെ വിളിക്കുന്നത്, എന്നെ ശല്യം ചെയ്യുന്നത്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ എന്തോ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു സത്യത്തിൽ കേട്ടോ. കാരണം
അപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ പറയേണ്ടത് മുഴുവൻ ഞാൻ ഒരു മാസമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്കിതൊന്നും നോക്കാൻ സമയമില്ല എൻ്റെ ഡോക്ടറെ, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ള ഹോമിയോപ്പതിയിൽ കോവിഡിന് ഈ ആഴ്സനിക് ആൽബിൻ്റെ സാധ്യതയും കോവിഡിന് പ്രതിരോധമായിട്ടും ചികിത്സയ്ക്കും ഹോമിയോപ്പതിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ അവതരിപ്പിക്കുക. അന്ന് തന്നെ നിങ്ങൾ ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരു ആദ്യത്തെ വീഡിയോ, ശരിക്കും അതൊരു എന്താ പറഞ്ഞ ഒരു ഖജനാവിയുടെ ഒരു വെടിപൊട്ടലായിരുന്നു. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഈ ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആളുകൾ ചോദിക്കും ഫോൺ നമ്പർ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ എൻ്റെ ഫോൺ നമ്പറുണ്ട്, ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി. ഇങ്ങനെ ആളുകൾ വാർത്ത മാത്രമാണ് വേണ്ടില്ല, ആളുകൾ ഈ ഫോർവേഡ് മെസ്സേജുകളും അതും ഇതും അഭിപ്രായങ്ങളും വിഷയങ്ങളും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ KSRTC ബസ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നില്ലേ പോലും ഞാൻ വീഡിയോ ആണെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ ചെറിയ മെസ്സേജുകൾ, ചെറിയ സാധനം, അപ്പോൾ എനിക്ക് തോന്നി എന്നെ ഒരുപാട് മെസ്സേജ് ഒന്നുകൊണ്ടാണ് നോക്കായിരുന്നു. 2 മിനിറ്റിൽ താഴെയുള്ള വോയിസ് മെസ്സേജ് ഒരാൾ ഇടുകയും അത് ഇങ്ങനെ റിമൈൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഞാനത് കാണുന്നതും കേൾക്കുന്നത്. അതാണ് പറ്റിപ്പോയത്. ആ പൾസ് പിന്നീട് ഞാൻ പഠിച്ചു. എന്നിട്ട് ഈ എൻ്റെ ഞാൻ നേരിട്ട അന്നത്തെ ഒരു പ്രശ്നം, ഈ ഹോമിയോപ്പതി അന്നത്തെ കാര്യം നമ്മൾ വളരെ പാനിക്കായിട്ടൊരു സാഹചര്യം, സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അപ്പോൾ മെഡിക്കൽ മിസ്ഇൻഫർമേഷൻ എന്ന പേരിൽ നമുക്ക് നടപടി ഉണ്ടാവാം, പോലീസിന് നമ്മളെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേസെടുക്കാം. അത്തരം സാഹചര്യത്തിൽ ഞാൻ അന്വേഷിച്ചത് ഇതിന് നിയമപരമായ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ സുപ്രീം കോടതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഇത് കാണിച്ചു. ഓർഡർ ഉണ്ടല്ലോ, ആയുഷിൻ്റെ ഓർഡർ, സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് എന്നിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഉത്തരവിറക്കിയിട്ടും ഇതൊരു അംഗീകൃത ചികിത്സാ രീതി ആയിട്ടും എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഇതിനെ അംഗീകരിക്കാതിരുന്നത്? അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വിരോധികളെ ഉണ്ടാക്കാനേ ഞാൻ സാധിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? കാരണം അത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇവിടെ ഒരു ഡോമിനേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഡോമിനേറ്റിംഗ് സിസ്റ്റത്തിന് അതിൻ്റെ അപ്രമാദിത്വം എന്താണേലും അവരുടെ ആ ഡോമിനൻസ് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഏതൊരു സിസ്റ്റം, അതും സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല, ലോകം മുഴുവൻ എന്ന് പറഞ്ഞിരുന്നത് ഇതിന് കോവിഡിന് മരുന്നില്ല എന്നും വേറെ ആരെങ്കിലും ചികിത്സിക്കാൻ വരുവാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നും ലോകം WHO സഹിതം പറഞ്ഞിരിക്കുക. അപ്പം ആ ഒരു ഡേറ്റ ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഒന്നും തന്നെ ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടെന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടും മുഖവരിക്കെടുക്കാഞ്ഞത്. അന്ന് പ്രതിരോധത്തിന് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രതിരോധത്തിനാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ആ പ്രതിരോധത്തിന് പോലും കൊടുക്കണം എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാത്തത് അന്ന് ഇവിടുത്തെ തലപ്പത്തിരിക്കുന്ന ചില വ്യക്തികളുടെ താല്പര്യമാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നേടിയെടുത്തത്? അതിനകത്ത് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നു. അവസാനം നമ്മൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 വർഷത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്കൊരു വേർഡിക്റ്റ് വന്നു. ഹോമിയോപ്പതിയിൽ ഈ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് ഇറക്കിയിരിക്കുന്ന ഓർഡർ സ്റ്റേറ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് സെക്രട്ടറിമാർക്ക് നമ്മുടെ കോടതിയിൽ നിന്നുള്ള ഓർഡർ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ രീതിയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോ വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, അതുകൊണ്ട് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിലും കഴിക്കാം എന്നൊരു തോന്നൽ വന്നുകൊണ്ട് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങി അല്ലേ? അതിന് മുമ്പേ നിങ്ങളുടെ വീഡിയോ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ മറുനാടൻ നമ്മുടെ വീഡിയോസ് വന്നു. അതോടെ ആളുകൾ ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര അതെങ്ങനെയാണ് ഇമ്പാക്ട്? ആ വീഡിയോ വന്നതിന് ശേഷം ഈ പ്രതിരോധ മരുന്നിനുണ്ട്, ആ ഹോമിയോ മരുന്നിന് എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടായത്? നിങ്ങളുടെ വീഡിയോ അന്ന് ഏതാണ്ട് 10 ലക്ഷം പേരൊക്കെ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് കാണുന്നത്. കാരണം ജനത്തിന് ഇതെന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കിട്ടുകയും അപ്പോഴേക്കും വലിയ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. ഹോമിയോ ക്ലിനിക്ക് തിരക്കായി. എല്ലാ ഹോമിയോ ഡോക്ടർമാർക്കും ഹോമിയോ ക്ലിനിക്കുകളിലും ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ലോങ് ക്യൂ വന്നു. അങ്ങനെ ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ പല MLA-മാരും നമ്മളെ സമീപിച്ചു. അവരെല്ലാം വാങ്ങിച്ചു. അവരുടെ വാർഡുകളിൽ ഇത് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുള്ള പല MLA-മാരുടെ വീടുകളിൽ കൊണ്ടുവന്ന് 40,000-50,000 പേർക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും അതായത് സർക്കാർ ഔദ്യോഗികമായി നടപ്പിലാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മീഡിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു. ആ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെയാണ് അത് സാധിച്ചെടുത്തത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മീഡിയാസ് അല്ലേ ഇത് ഏറ്റുപിടിക്കുമെന്ന് എന്നോട് പറയുന്നത്. അതും സംഭവിച്ചു എന്നുള്ളതാണ്. മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും മറ്റ് മനോരമ ചാനലുകളിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് വന്നു. അതോടെ അതങ്ങ് വലിയ വാർത്തയായി, ഗുണകരം. ഒരു പക്ഷേ കോവിഡിനെ നമുക്ക് കുറച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഘടകമായി എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങ് ഈ ഹോമിയോ ചികിത്സ? തീർച്ചയായിട്ടും എന്തോരോ ആൾക്കാർ അന്ന് രക്ഷപ്പെട്ടു. ഇമ്പാക്ട് ഉണ്ടായി ഒന്ന് പറഞ്ഞ് എന്തായിരുന്നു കോവിഡിന്റെ? അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ആങ്സൈറ്റി, ഫിയർ എന്നുള്ള ആ ഒരു ഫിയർ ഫാക്ടർ മാറി കിട്ടുന്നു എന്നുള്ളത് ആദ്യത്തെ ഇത്. കാരണം ജനങ്ങൾ പാനിക്കായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക്
എന്തെങ്കിലും ഒരു മരുന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നല്. രോഗം കുറഞ്ഞില്ലെങ്കിൽ പോലും മരുന്ന് കഴിച്ചു എനിക്ക് ഈ രോഗം വരില്ല എന്നുള്ള ഒരു ഫീല് അത് വളരെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഒപ്പം ഈ ആഴ്സനിക് ആൽബം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പിന്നെ പല വേദികളിൽ കൊടുത്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് കണ്ട മെഡിസിനാണ് ഈ പ്രതിരോധിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ഗവൺമെൻറ് പ്രൂഫ് കൂടി വന്നപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എവിടെ 97.3% അത് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ആയുഷിന്ന് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് അത് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് വേറെ പിന്നെ നമുക്ക് കൗണ്ടറായിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല. അത് പിന്നെ ജനങ്ങൾക്ക് ആ ഒരു ഡേറ്റ കിട്ടിയപ്പോഴത്തേക്കും ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി. അതനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു വാക്സിനും എടുത്തിട്ടില്ല, എൻ്റെ ഫാമിലീസിലാരും വാക്സിൻ എടുത്തിട്ടില്ല, അവർക്കാർക്കും കോവിഡും വന്നില്ല. നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ടല്ലേ ഇരുന്നേ. ഇതുപോലെ എത്രയോ പേർക്ക് പറയാനുണ്ട്, എത്രയോ പേർക്ക്. ഇവിടെ കോവിഡ് രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഞാനുണ്ട്. അന്ന് സിറ്റിയിൽ ഞാൻ ഒരിക്കൽ വരുമ്പോൾ അങ്ങ് മാസ്ക് വെച്ചിട്ടില്ല. അത് നിങ്ങൾ പല ചാനലിലും പറയുകയും ചെയ്തു. എന്നെ അറസ്റ്റ് ചെയ്യാൻ ആൾ വരുമെന്ന് പറഞ്ഞാൽ ഞാനിരുന്നു നിങ്ങളിത് പറഞ്ഞുകൊണ്ട്. എന്നിട്ടെന്തായാലും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അവർക്കും അറിയാമായിരുന്നു. ഇത് കർഷക വെച്ചാൽ ഈ പറയുന്ന പോലീസിനും അറിയാം, അവരും ഇതാ ഉപയോഗിക്കുന്നത്. പക്ഷെ നിയമം ഇങ്ങനെ അത് മാത്രമേ. ഈ അറസ്റ്റൊക്കെ എൻ്റെ അടുത്ത് മാത്രം നടക്കുന്നത്, വേറെ ആരോടും അവർക്ക് വിരോധമില്ലല്ലോ, എന്നോട് മാത്രമേ വിരോധമുള്ളൂ. പക്ഷെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കേണ്ടത്, അന്ന് പഠനമൊക്കെ നടത്തിയിരുന്നല്ലേ ഇതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠനം നടത്തിയിരുന്നു? ഹോമിയോ ഇല്ല, അത് ആയുഷുകാർ സെൻട്രൽ ഗവൺമെൻറ്റാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്തത്. മനസ്സിലായില്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് വിങ് ഉണ്ടല്ലോ. പിന്നീട് കോവിഡിന് മരുന്നും വന്നു. അതിനുശേഷം എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞും ചികിത്സിക്കാൻ തുടങ്ങി ഹോമിയോപ്പതി. കാരണം ഇത് നമുക്കൊരു പനി എന്ന് പറയുന്നത്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് എന്ന് പറയുന്നത് ഒരു പുതിയ രോഗമോ പുതിയ വൈറസോ ഒന്നുമല്ല. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ മുതലേ ഞങ്ങൾ ചികിത്സിക്കുന്ന വെറും വൈറൽ ഫീവറാണ്. ഈ പനി എന്ന് പറയുന്നത് ഇവർ പുതിയ വൈറസിനെ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് തലവേദനയും ജലദോഷവും തൊണ്ടവേദനയും ശരീരവേദനയും ക്ഷീണവും ചുമയും വയറ്റിളക്കവും ഒക്കെയാണല്ലോ, ജോയിൻറ്റ് പെയിനും ഒക്കെയാണ്. ഇതിനൊരു മാറ്റമില്ല. അതിനി ഏത് വൈറസ് ആണെങ്കിലും ഈ സിംറ്റംസാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ സിംറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അവർക്ക് ഇന്ന വൈറസ് ആകണമെന്നോ ഇന്ന ബാക്ടീരിയ ആകണമെന്നോ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സിംറ്റംസ് എന്ന് വരും 10 പേര് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 10 രീതിയിലുള്ള സിംറ്റംസുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ 10 പേർക്ക് 10 മരുന്നാണ് കൊടുക്കുന്നത്, ഒരേ മരുന്നല്ല കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾ മഴ നനഞ്ഞിട്ടാണ് പനി വന്നെങ്കിൽ നമ്മൾ റെസ്റ്റോക്സ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുന്നു. ഒരാൾ എ സിക്കകത്തിരുന്നിട്ടാണ് പനി വന്ന് അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന് പിന്നെ ബ്രയോണി ആയിരിക്കും, അല്ലെങ്കിൽ അക്കനൈറ്റ് ആയിരിക്കും. വേറെ ആൾ വന്നിട്ട് പറയുന്നു ഞാൻ യാത്ര ചെയ്തതിന് ശേഷമാണ് പനി വന്നതെന്ന് പറയും, അപ്പം മരുന്ന് മാറി. ഒരാൾ വന്നു ഞാൻ പേടിച്ചിട്ടാണ് പനി വന്നെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ജെൽസിമിയും കൊടുക്കുന്നു, മരുന്ന് മാറി. എല്ലാവർക്കും സിംറ്റംസ് ഒന്ന് തന്നെയാണ്, പല കാരണങ്ങളാണ്. ഒരാൾ വെയിലത്ത് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിച്ചു, വെയിലത്തുനിന്ന് കയറി പെട്ടെന്ന് തണുത്ത വെള്ളം കുടിച്ചിട്ട് അയാൾക്ക് തൊണ്ടവേദനയും പനി വന്നു കഴിഞ്ഞാൽ ബ്രയോണിയാണ്. എല്ലാം നമ്മൾ ലേബൽ ചെയ്യുന്ന ഒരേ വൈറസും ഒരേ പനിയുന്നുമാണ്. പക്ഷേ ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പലതരം പനികളാണ്. അപ്പോൾ എനിക്ക് 2 ഘട്ടത്തിലേക്ക് പോവേണ്ടതുണ്ട്. ഒന്ന് ഹോമിയോപ്പതി മരുന്നിനെ കുറിച്ചാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അത് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനു മുമ്പ് എനിക്ക് ചോദിക്കേണ്ടത്, ഈ കോവിഡ് എന്ന് പറയുന്നത് സാധാരണ പനി പോലെ മറ്റു രോഗം പോലെ രോഗം മാത്രമല്ല, ഇത്രയും പാനിക് ആവേണ്ട ആവശ്യമില്ലായിരുന്നാണോ? അത് ജനം ഇപ്പം മനസ്സിലാക്കിയില്ല. ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഈ പറഞ്ഞാൽ പാനിക് ആവുന്നുണ്ടോ? വെറുതെ വീട്ടിലിരിക്കുകയും ജസ്റ്റ് പാരസെറ്റമോൾ മാത്രമോ അല്ലെങ്കിൽ വെറുതെ വീട്ടിൽ നിന്ന് മാറുന്ന രോഗമാണെന്നുള്ള ജനം ഇപ്പം അന്ന് മരിച്ചു വീഴുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു, വഴികളിൽ മരിച്ചു വീഴും. ആ തുടക്കത്തിൽ അങ്ങനെ ഇതെല്ലാം ഹൈപ്പാണ്, മനസ്സിലായില്ലേ? അന്ന് എന്തെല്ലാം ഇവിടെ വെന്റിലേറ്റർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കി, ലോകം മുഴുവൻ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയതല്ലേ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തുനിന്ന് മാറി ഈ പറഞ്ഞ കോവിഡ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വെന്റിലേറ്ററിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ വന്നിട്ട് ഐസൊലേഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് പറഞ്ഞു ഇത് ഇനി ഹോസ്പിറ്റലിലേ പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് ചികിത്സ മതി എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ ആ ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് ഇത് ആദ്യമേ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ അതേ വൈറസും അതേ പനിയും തന്നെയാണ്. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും അല്ല എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യമേ എന്തുകൊണ്ടാണ് ജനം മരിച്ചത്? ഇവിടെ ആവശ്യമില്ലാത്ത മരുന്ന്, ഒരു വൈറൽ അസുഖത്തിന് മരുന്നില്ല എന്ന് പറയുകയും കൊടുത്ത മരുന്നുകൾ മുഴുവൻ റെംഡെസിവിർ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മലേറിയയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻ കൊടുത്തു, പ്ലാസ്മ തെറാപ്പി ചെയ്തു, അതുപോലെ തന്നെ ഐബോമെസത്തിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലതരം മെഡിസിൻസ് ഇവർ ട്രയൽ നടത്തി. അതാണ് മരണം ഉണ്ടാകുന്നത്. അത് തന്നെയായിരുന്നു റീസൺ. ഈ പറയുന്ന 8-9 മെഡിസിൻസിൻ്റെ ട്രയൽ ഉള്ളൊരു വേദിയും കൂടി ഇതായി. നമ്മുടെ മലേറിയയ്ക്ക് കൊടുക്കുന്ന മരുന്ന് 700 കോടി രൂപയ്ക്കാണ് അമേരിക്കയിലേക്ക് അന്ന് കൊണ്ടുപോയത്. വെറുതെ വേസ്റ്റായി പോയില്ലേ? ഒരു മരുന്നും അവസാനം ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. WHO തന്നെ പറഞ്ഞു ഇത് ഒരു മരുന്നും ഉപയോഗിക്കേണ്ട, ഇത് സെൽഫ് ലിമിറ്റിംഗ് പനിയാണ്. എൻ്റെ ചോദ്യം, നമ്മുടെ ഇതിനേക്കാൾ ഗുരുതരമായ രോഗമാണ് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയും ഒക്കെ. പിന്നെ ഇത് ഇത്രയും പാനിക്കായി വരാൻ കാരണം ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ?
തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ വാക്സിൻ ലോകം മുഴുവൻ കൊടുക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് ഇവരുടെ പിന്നിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മോട്ടോ തന്നെ അങ്ങനെ വന്നു. ഇതിന് പ്രതിരോധിക്കാനായിട്ട് വാക്സിൻ മാത്രമേ ഉള്ളൂ, ലോകം മുഴുവൻ ഈ വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞു വന്നു. മനസ്സിലായി? ആ വാക്സിൻ പിന്നെ പണം മുടക്കിയതൊക്കെ ഏതാണ്ട് 1-2 വ്യക്തികൾ മാത്രമാണ്. അവരുടെ വാക്സിനാണ് ലോകം മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കുകയും ചെയ്തത്. അപ്പം ഇനിയിപ്പം ആൾക്കാരിപ്പം പറഞ്ഞു വരുന്നു, ആ വാക്സിൻ എടുത്തതിന് ശേഷം ഒരുപാട് പേര് സ്ട്രോക്ക് വരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നു. ഈ വാക്സിൻ എടുത്തതിന് ശേഷം കോവിഡ് വന്നു. വാക്സിൻ എടുത്തവർ മുഴുവൻ പേർക്ക് കോവിഡ് വന്നു. വാക്സിൻ എടുത്തവർക്കും കോവിഡ് വന്നു. പിന്നെ എന്തിനു വാക്സിൻ എടുത്തതിന് ശേഷം കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ആയിരക്കണക്കിന് കേസല്ലേ ഇന്ത്യയിൽ കിടക്കുന്നത്. സുപ്രീം കോടതി കിടക്കുന്നത് വിധിയും വന്നു ഇല്ല. സുപ്രീം കോടതിയിൽ എന്നിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഓർഡറേ ഇറക്കിയിട്ടില്ല, കോവിഡിന് വാക്സിൻ എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് വേർഡിക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പറ്റിയില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പാനിക്കായിട്ട് ലോകം മുഴുവൻ അവതരിപ്പിക്കുന്നു, അതിന് മരുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ പിന്നെ വാക്സിൻ കൊണ്ടുവരുന്നു, ആ വാക്സിൻ ലോകത്തുള്ള മുഴുവൻ പേരെ എടുപ്പിക്കുന്നു. ആ വാക്സിൻ എടുത്തതിന് ശേഷം വീണ്ടും കോവിഡ് വരുന്നു. ആ കോവിഡിന് വാക്സിൻ എടുത്തതിന് ശേഷം കോംപ്ലിക്കേഷൻസ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആരുടെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വാക്സിൻ എടുക്കണ്ടെന്ന് എന്ന് വാക്സിൻ എടുക്കണമെന്ന് ആരുടെ പറഞ്ഞിട്ടില്ല എന്ന് അവസാനം പറയുകയും ചെയ്യുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടത് ആർക്കാ? നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ ബന്ധുക്കളെ ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു. ഈ വാക്സിൻ എടുത്തവർക്ക് പലർക്കും ഈ അകാല മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒരുപാട്. അതിൻ്റെ യഥാർത്ഥ ഇപ്പം അവർ പറയുന്നത് കോവിഡ് വന്നതുകൊണ്ടാണ് ഈ മരണമെന്ന് ഞങ്ങൾ പറയുന്നത്. വിവേക് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ഒരു ഹാസ്യനടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തമിഴ്നാടിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് കോവിഡ് വാക്സിൻ ആദ്യം എടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് കോവിഡ് വന്നിട്ടില്ലായിരുന്നു. കോവിഡ് വന്നിട്ടില്ല ആദ്യകാലത്താണ്. 2021 ജനുവരി 16 ഈ വാക്സിനേഷൻ തുടങ്ങുന്നത്. അന്ന് ഈ വിവേകിന് വാക്സിൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ കുഴഞ്ഞു വീണു, അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ മരിക്കുക. ഇത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് കോവിഡ് വന്നില്ലായിരുന്നു. അപ്പോൾ ഇത് തിരുവല്ലയിലെ പുഷ്പഗിരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ്, ആ കുട്ടിക്ക് പല്ലിൽ കമ്പിയിടാൻ ചെന്നപ്പോഴത്തേക്ക് പറയുന്നു, കമ്പിയിടണമെന്നുണ്ടെങ്കിൽ വാക്സിൻ എടുത്തിട്ട് വന്നാലേ കമ്പിയിടാൻ പറ്റുന്നുള്ളൂ. ആ കൊച്ചിന് കോവിഡ് വന്നിട്ടില്ലായിരുന്നു. കൊച്ചു വാക്സിൻ എടുത്തു, അതിൻ്റെ പിറ്റേ ദിവസം ആ കുട്ടി കൊഴിഞ്ഞു വീണ് മരിക്കുക. അപ്പം ഇതിൽ വാക്സിൻ അത്ര എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം ഉണ്ടോ വാക്സിനിൽ? തീർച്ചയായിട്ടും ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോറിൻ ബോഡി. നമ്മുടെ സമയത്തോളം ഒരു ഫോറിൻ ബോഡിയാണ്. അതിനകത്ത് കുറേ പ്രിസർവേറ്റീവ്സ് വരുന്നുണ്ട്, കുറേ അഡിറ്റീവ്സ് വരുന്നുണ്ട്, അഡ്ജുവൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് ഇരിക്കേണ്ട സാധനമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് 100 പേർക്ക് ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രീതിയിലുള്ള റിയാക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വെറുതെ ആണെങ്കിൽ പോലും നമുക്കൊരു കുഞ്ഞു കുട്ടിക്ക് അവന് നമ്മൾ മുലപ്പാൽ മാത്രമേ കൊടുക്കുന്നത്. അവന് നാളെ മുതൽ പശുമ്പാൽ കൊടുക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് 2 മാസം 1 മാസമായ കുട്ടികൾ കൊണ്ടുവന്ന് വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവനെങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അവന് ഉടനെ തന്നെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള റിയാക്ഷൻസ് കാണിക്കത്തില്ലേ? അതേ അവസ്ഥ തന്നെയാണിത്. നമ്മൾ വാക്സിൻ എടുത്തപ്പോഴത്തേക്ക് ഉണ്ടായ സംഭവങ്ങളെല്ലാം അതാണ് വിളിച്ചു പോകുന്നത്. ഇതൊരു ആവശ്യമായിരുന്നില്ല സത്യം പറഞ്ഞാൽ. തീർച്ചയായിട്ടും വാക്സിൻ എടുത്തില്ല അങ്ങ്. ഞാൻ നമ്മുടെ കുടുംബത്തിൽ ആരും തന്നെ എടുത്തിട്ട്. അപ്പോൾ അന്ന് വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ പ്രയാസമില്ലായിരുന്നു, അപ്പോൾ പോകണ്ടെന്ന് വെച്ചു. ഇല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്. കാരണം നമ്മളെ വിലയ്ക്ക് കൊടുത്തിട്ട് നമ്മളെ ഇല്ലായ്മ ചെയ്തിട്ട് നമുക്കൊന്നും നേടണ്ട. അതൊരു നിലപാടുകാരനാണ്, മനസ്സിലായി. അതുകൊണ്ട് നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്ത് കയറണം എന്ന് ഞാനാണ് ചിന്തിക്കേണ്ടത്, ഞാനാണ് പറയേണ്ടത്. ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എന്ത് മരുന്നെടുക്കണം എന്നുള്ള എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമല്ലേ. അതാ വേറെ ആൾക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റും. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇംഗ്ലണ്ടിന് പോകണമായിരുന്നു. അപ്പോൾ ഈ വാക്സിൻ സർട്ടിഫിക്കറ്റ് മാത്രമേ എയർപോർട്ടിൽ ഇറക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് 2 എടുത്തു. ഭാഗ്യത്തിന് 2 എടുത്തുള്ളൂ. 3-ാമത്തെ 4-ാമത്തെ എടുത്തില്ല, പലരും 4 എടുത്തു. വാക്സിനോസിസ്, അതായത് വാക്സിൻ്റെ ബാഡ് ഇഫക്ട്സിന് ഹോമിയോപ്പതിക്കാർ കൊടുത്തിരിക്കുന്ന പേരാണ് വാക്സിനോസിസ്. വാക്സിനോസിസിന് ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ഒരുപാട് പേർക്ക് അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ആ വാക്സിൻ്റെ ബാഡ് ഇഫക്ട്സ് മാറാൻ വേണ്ടി ഈ മരുന്ന് ഉപയോഗിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 95% നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഹോമിയോപ്പതി ഏത് ഹോമിയോപ്പതി ഡോക്ടറിൽ നിന്നാലും അത് കിട്ടുകയും ചെയ്യും. ഈ 40-നും 60-നും ഇടയിലുള്ള ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുണ്ട് ഈ വാക്സിൻ കോവിഡിന് ശേഷം. അപ്പം ചിലർ പറയുന്നത് വാക്സിൻ കൊണ്ടാണെന്ന് പറയും, ചിലർ പറയുന്നത് കോവിഡ് കൊണ്ടാണെന്ന് പറയുന്നു, കോവിഡ് വന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അങ്ങ് അതിനെ നോക്കി അങ്ങനെ ഒരു ശ്രദ്ധ, അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു കുഴഞ്ഞു വീണ് മരണം സംഭവിച്ച ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അങ്ങ് എന്ത് പറയുന്നു? ഒരുപാട് അതിൻ്റെ ഒരു ഡയറിക്കകത്ത് ഞാൻ കഴിഞ്ഞ എന്തിനാ ഞങ്ങളുടെ ഹോമിയോപ്പതി കോളേജിൽ തിരുവനന്തപുരത്തെ നേമത്തൊരു കോളേജുണ്ട്. അവിടെ ശ്രീലത എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു.
അവർ ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ഹോമിയോ ഡോക്ടർമാർ കുറച്ച് പേര് വാക്സിൻ എടുത്ത കൂട്ടത്തിലാണ്. അന്ന് പിന്നെ ജോലിക്ക് വരണമെങ്കിൽ വാക്സിൻ എടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സർക്കാർ തിട്ടൂർ ഇറക്കിയതുകൊണ്ട് അത് കുറച്ച് പേര് വാക്സിൻ എടുക്കാൻ പോയി. ആ ക്യൂവിൽ നിന്ന് വാക്സിൻ എടുത്തതിന് പിറ്റേ ദിവസം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവർ കുഴഞ്ഞു വീണു. നേരെ PRS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിൻ്റെ പിറ്റേ ദിവസം ആ ഡോക്ടർ മരിച്ചുപോയി. അപ്പം ആ ഹസ്ബൻഡ് ആയിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, അവൾക്ക് കോവിഡും വന്നിട്ടില്ല, പക്ഷേ ഈ വാക്സിൻ എടുത്തതിന് ശേഷമാണ് അവർക്ക് ഇത് സംഭവിച്ചത്. അതിനൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ആ മനുഷ്യന് കൊടുത്തില്ല എന്നുള്ളതാണ്. എന്താ മരണം കാരണം അതാണ് ഇവര് അവരുടെ അവകാശമല്ലേ. ഇത് പോസ്റ്റ്മോർട്ടം ഈ മരണങ്ങൾ മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്യും എങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മരണങ്ങളൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് തന്നെയാണ് ഇതിൻ്റെ ദുരൂഹത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇവർക്ക് എന്തോ മറച്ചു വെക്കാനുണ്ട്. അന്നേ മരിച്ചാൽ ആരെങ്കിലും മരിച്ചാൽ ബന്ധുക്കൾക്ക് പോലും കാണാൻ പറ്റത്തില്ല, വലിയ കുഴി കുത്തി അല്ലെ തീ കത്തിച്ച് കളയൊക്കെ. അതാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന ഇതെല്ലാം പൊഴിഞ്ഞു വീഴും, ഈ മുഖം മൂടി അഴിഞ്ഞു വീഴും. അതുകൊണ്ടാണ് ഈ ബോഡി പോലും ആരെയും കാണിക്കാതെ നേരെ 20 അടി 40 അടി താഴ്ചയിൽ കൊണ്ടുപോയി കുഴിച്ചുകൂടാൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴോ അതേ കോവിഡ് ഇപ്പോഴും ഉണ്ട്, അതേ വൈറസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ളതായിട്ട് ഇപ്പം നിരന്തരം ബന്ധപ്പെടുക. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതാരുടെ അജണ്ടയാണ്? എന്ത് തോന്നുന്നു, നിങ്ങൾ തന്നെ പറ. അല്ല, ഇപ്പം ഞാനിപ്പം ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നുള്ളൂ. അവിടെ നിന്നിപ്പോൾ അങ്ങനെ കോവിഡുമായി ബന്ധപ്പെട്ട് നമുക്ക് കോവിഡ് ആണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ പോയി ആശുപത്രിയിൽ പോയി എന്ന് പരിശോധിക്കും കോവിഡ് ആണെന്ന് കോവിഡാണെന്ന് പറയുന്ന അല്ലാതെ മാസ്ക് വയ്ക്കാൻ പോലും പറയുകയോ ചികിത്സിക്കാൻ പോകുന്നില്ല. കാരണം എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ആ കോവിഡാന്ന് പറഞ്ഞു, പുതിയ കോവിഡ് വന്നതെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ എന്തെങ്കിലും മാസ്ക് വെക്കണമെന്നോ ചികിത്സിക്കുമ്പോൾ ഞാൻ കോവിഡാന്ന് പറഞ്ഞു, കുഴപ്പമില്ല, പാരസെറ്റമോൾ തന്നു വിട്ടു. അപ്പോൾ ഇത് കാരണം ഇത് വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ തിട്ടൂർ ഇറക്കിയത്, സയൻറ്റിസ്റ്റുകളാണ് തിട്ടൂർ ഇറക്കിയത്. അവിടെയാണ് എൻ്റെ ചോദ്യം. അവരെ ഇത്രയും അറിവും വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കുരുതി കൊടുക്കാനൊരു ഗൂഢാലോചനയ്ക്ക് കൂട്ടു നിൽക്കുമോ? അതാ മനസാക്ഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യത്തില്ലായിരുന്നു. പണം കിട്ടുമെന്നുണ്ടെങ്കിൽ ആരും എന്തിനും കൂട്ടു നിൽക്കുമല്ലോ. അങ്ങനെ ആയിരിക്കുമോ? തീർച്ചയായിട്ടും ലോകം ഒരുമിച്ച് നിന്നത്. അതെ, അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതാണ്ട് 190ഓളം രാജ്യങ്ങൾ ഉൾക്കൊണ്ടതാണ് WHO എന്ന് പറയുന്നത്. അതിൽ അവിടെ ഇരിക്കുന്ന 10, 15, 10, 20 പേർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു തിട്ടൂർ ഇറക്കി കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തല്ലേ പറ്റൂ. അവിടെ തീർന്നില്ലേ? ഈ ഭരണാധികാരികൾ പലരും വാക്സിൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ആണല്ലോ. അതിനകത്തും നമ്മൾ പല റെക്കോർഡ്സിലും ഇപ്പോൾ അതിലല്ലേ കാണുന്നത്. ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത ആൾക്കാരുടെ ലിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. പനി നമ്മൾ ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 3 days. ഏത് പനിയാണെങ്കിലും മനസ്സിലായില്ലേ, 3 ദിവസത്തിനപ്പുറം ഒരു പനിയും ചികിത്സിക്കേണ്ടി വരില്ല. അതായത് ആദ്യമേ പറയണം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ ഒരാഴ്ച വിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടി വരും. ആദ്യമേ ഇപ്പോൾ ജലദോഷമോ ചുമയോ തൊണ്ടവേദനയോ ബോഡി പെയിനായിട്ട് വന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു പനിയുമില്ല. അത് വൈറൽ ആണെങ്കിലും ബാക്ടീരിയൽ ആണെങ്കിലും വോട്ടെവർ മേ ബി ദ കോസ്. എങ്ങനെയാണ് ഈ പനി ഉണ്ടാവുന്നത്? അതിന് ഇപ്പോൾ പലതരം ബാക്ടീരിയ ആണ്, പലതരം വൈറസ് ആണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ശരീരത്തിൽ കയറുന്നു എങ്ങനെയെങ്കിലും ഇല്ല, അതിന് ഈ വൈറസും ബാക്ടീരിയയും ആണ് റീസൺ എന്ന് നമ്മൾ ഒരു വശത്ത് പറയുന്നു. അത് സയൻറ്റിഫിക്കായിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ഒരാളുടെ ഇമ്മ്യൂണിറ്റി എപ്പോൾ കുറയുന്നോ അപ്പോൾ ആ സമയത്ത് അയാൾക്ക് രോഗം ഉണ്ടാവും. ഇപ്പം ഞാൻ എപ്പോഴും ഒരു പനിയായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാരണം മഴ നനഞ്ഞോ, ഈ പറഞ്ഞ AC ക്കകത്തിരുന്നോ, യാത്ര ചെയ്തോ, പേടിച്ചോ എന്ന് ചോദിക്കും. നമ്മൾ ഭയം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ അൻസാരി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്, ഞങ്ങളൊരു റൂമിൽ താമസിക്കുക. ആ സമയത്ത് പെട്ടെന്ന് അന്ന് എക്സാം സമയത്ത് നമ്മൾ 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. ഭയങ്കര കാറ്റും മഴയെല്ലാം, ഡോറ് പെട്ടെന്ന് വന്നതാണ്. ഞാനങ്ങ് പേടിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഭയങ്കര പനി. ഈ പനിയും പിടിച്ചിട്ട് ഞാൻ നമ്മുടെ അന്ന് റിട്ടയർ പ്രൊഫസറുണ്ട് ഡോക്ടർ ഐസക്, പുള്ളിയുടെ വീട്ടിൽ ഈ അൻസാരി എന്നെ കൊണ്ട് പോവുക. അവിടെ ചെന്നിട്ട് സാറിന് സാറേ പനിയാണ്, അടുത്ത ആഴ്ച നമുക്ക് എക്സാമാണ്, പെട്ടെന്ന് പനി മാറണം, എന്തെങ്കിലും പെട്ടെന്ന് നല്ല മരുന്ന് തരണം. അപ്പോൾ എന്താടാ സാർ ഇടാന്നൊക്കെ വിളിക്കും. എന്താടാ കാരണം? അപ്പോൾ സാറേ ഇന്നലെ രാത്രിയിൽ പഠിച്ചുകൊണ്ടിരുന്ന പാതിരായ്ക്ക് പെട്ടെന്ന് ഡോറിന് ഞാനൊന്ന് പേടിച്ചു എന്ന് പറഞ്ഞു. സാറ് 2 പൗഡർ തന്നെ 2 പൗഡർ തന്നിട്ട് സാറ് പറയുന്നു ഇതിനകത്ത് ഒരു പൗഡർ കഴിക്കുക, എന്നിട്ട് പനി കുറവില്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത പൗഡർ കൂടി കഴിക്കണമെന്ന്. ദൈവം സത്യം ഞാൻ പറയട്ടെ, ആ ഒരു പൗഡറേ ഞാൻ കഴിച്ചുള്ളൂ, എൻ്റെ പനി എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല.
അത് കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ കാണാൻ ചെന്നത് സാറിനടുത്ത് ചോദിച്ചു, സാറേ എനിക്ക് എന്ത് മരുന്നാണ് സാറ് തന്നത്, ഇതൊന്നും മന്ത്രമോ മാജിക്കോ? അപ്പോൾ സാറ് ഉടനെ തന്നെ സാറിൻ്റെ വൈഫിനെ വിളിക്കും. സാറിനൊരു കേസ് ഷീറ്റ് എടുക്കുന്ന വൈഫാണ് എടുത്തുകൊണ്ട് വരുന്നത്. പേര് വിളിച്ചിട്ട് ഇവൻ്റെ കേസ് ഷീറ്റ് എടുത്തു തരാറ്. എന്നിട്ട് കാണിച്ചു തന്നു. നോക്കിയാൽ ജെൽസീമിയം എന്ന് പറഞ്ഞൊരു മെഡിസിനാണ്. അതായത് ഫീവർ ഫ്രം ഫ്രൈറ്റ്, പേടിച്ചിട്ട് പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന മരുന്നാണ്, ഒറ്റ ഡോസ്. ഇതാണ് ഹോമിയോപ്പതി. അല്ല, അതാണ് എനിക്കറിയേണ്ടത്. അത് മുമ്പ് അങ്ങ് പറഞ്ഞു. സാധാരണഗതിക്ക് നമ്മൾ പനിയായി ചെന്നാൽ ഈ അലോപ്പതിയിൽ അവർ നമുക്ക് പാരസെറ്റമോൾ തരുന്നു, അല്ലെങ്കിൽ ഡോള, അങ്ങനെ എന്തെങ്കിലും തരുന്നു. ഇതാണ് നമ്മൾ തരുന്നത്. പിന്നെ അവരെന്തൊക്കെയോ ഇതാണ് എന്ത് വന്നാലും പനി പറയുന്നത്. ഹോമിയോപ്പതിക്ക് അങ്ങനെ അല്ല. അതാണ്. അതായത് ഹോമിയോപ്പതി ചികിത്സിക്കാൻ ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഇത് പഞ്ചാര ഗുളികയാണെന്നും മധുരമുട്ടായി ആണെന്നും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണെന്നും ആർക്കും പഠിക്കാൻ പറ്റുന്നതാണെന്നും ഒക്കെയാണ് കൺസെപ്റ്റ്. പക്ഷേ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്ത് പിന്നെ മിസ്റ്റർ സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതായത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയും, പുള്ളി ഹോമിയോപ്പതിയുടെ ഭയങ്കര ആരാധകനാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഹോമിയോപ്പതി എന്ന് പറയുന്നത് അതിലും ടഫായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഈ മരുന്ന് കണ്ടുപിടിക്കുന്നത്? കാരണം ഒരു പനി, അതാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. ഒരു പനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ബോഡി ടെമ്പറേച്ചറും ഫീവറും ഹെഡേക്കും ത്രോട്ട് പെയിനും ജോയിൻറ്റ് പെയിനും നോസിയ വോമിറ്റിംഗ് വീക്ക്നെസ് ഇതെല്ലാം കൂടി ചേരുന്നതാണ് പനി. ഇതിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ അക്കനൈറ്റ്, ബെൽഡോണ, ബ്രയോണിയ, ജെൽസീമിയം, റസ്റ്റോക്സ്, യുപ്പറ്റോറിയം, ഐസനിക് ആൽബം, നക്സോമിക്ക, സൾഫർ, ട്യൂബക്കുലീനം. ഇപ്പം തന്നെ 10 മരുന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഇത്രയും സിംറ്റത്തിന്. അപ്പോൾ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഏത് മരുന്ന് കൊടുക്കണം എന്നുള്ളത് ഡോക്ടർമാർക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത് ഒരു പോയിന്റ് കാണിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറയുമ്പം ആ പോയിന്റിൽ കൊണ്ടാലേ അത് കറക്റ്റ് ആകുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കാരണം എന്താണ്, പനി വരാനുള്ള കാരണം എന്താണ്, ഈ പറയുന്ന എല്ലാ സിംറ്റംസ് കവർ ചെയ്യുന്ന ഏതോ ഒരു മരുന്നുണ്ട്. ആ മരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ രോഗം കുറയൂ. ഈ സ്കില്ലെന്ന് പറയുന്നത് ഡോക്ടറുടെ എക്സ്പീരിയൻസും അയാളുടെ നോളജും അയാളുടെ സ്കില്ലും എല്ലാം കൂടി ചേരുന്ന ഒരു കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, അതിനാണ് ഹോമിയോപ്പതിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ മരുന്ന് കണ്ടുപിടിക്കാൻ എക്യുപ്ഡ് ആണോ? ഒരു ഡോസ് മരുന്ന് കൊടുക്കുമ്പം രോഗം കുറയും. പക്ഷേ മറ്റൊരു സമയത്തോളം ഇതൊരു സ്കില്ലും വേണ്ട. ഏത് പനി വന്നു കഴിഞ്ഞാലും ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, പാരസെറ്റമോളാണ് അല്ലെങ്കിൽ ഡോളോ ആണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് പനിയുടെ കാര്യത്തിൽ. പക്ഷേ കുറച്ച് വരുമ്പോൾ അതിനല്ലേ കൂടുതൽ സ്കില്ല് വേണ്ട. രോഗം കണ്ടെത്തുക എന്ന് പറയുന്നത്. ഇപ്പം ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ബാധിച്ചു, അല്ലെങ്കിൽ മറ്റൊരു രോഗം, വൃക്കരോഗം വന്നു, ഇത് ഹോമിയോപ്പതിക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഡയഗ്നോസിസ് എന്ന് പറയുന്ന ആരുടെ കുത്തകയൊന്നും അല്ലല്ലോ. നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രോഗം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പ്രോഗ്നോസിസിന് വേണ്ടി, അതിൻ്റെ ഡയറ്റ് നോക്കുന്നതിന് വേണ്ടി, ഈ രോഗം ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, എത്ര കാലം ഈ രോഗി ജീവിക്കും, ഇയാൾക്ക് വേറെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് വേണം, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവും, ഇതിനൊക്കെ നമുക്ക് ഡയഗ്നോസിസ് ഇമ്പോർട്ടൻ്റാണ്. അതിന് നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസോ അൾട്രാസൗണ്ട് സ്കാനോ CT സ്കാനോ MRI സ്കാനോ മറ്റ് എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ഇത് മുഴുവൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത് ഇത് ഡയഗ്നോസ് ചെയ്യണം. അതിന് നമ്മുടെ എക്സ്പെർട്സിൻ്റെ ഒപ്പീനിയൻ നമുക്ക് എടുക്കണം. ഇത് മോഡേൺ മെഡിസിൻ്റെ ഭാഗമല്ലേ? അതെങ്ങനെ മോഡേൺ മെഡിസിൻ്റെ ഭാഗമാണ്? അത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉള്ളതാണ്. ഡയഗ്നോസിസ് എല്ലാവർക്കും ഉള്ളതാണ്. അതെ, ഈ ഡയഗ്നോസിസ് ഇറ്റ് ഈസ് കോമൺ. അത് ആരുടെയും കുത്തകയല്ല. ഈ എക്സ്പെർട്സിൻ്റെ ഇപ്പം ചിലപ്പോൾ നമ്മൾ ന്യൂറോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെയോ ഒക്കെ ഒപ്പീനിയൻ നമ്മൾ എടുക്കും. ഇല്ലെങ്കിൽ അവരിലേക്ക് നമ്മൾ ഈ പേഷ്യൻ്റ് റെഫർ ചെയ്തിട്ട് ഡയഗ്നോസിസ് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ പറയും, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറയും. അവിടെയാണ് ഈ ഒരു അസോസിയേഷൻ ആവശ്യമായിട്ട് വരുന്നത്. മറ്റു മേഖലയിലുള്ള ഡോക്ടർമാരും കൂടി സഹകരിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനങ്ങൾക്ക് അവരെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതെ, എനിക്ക് പിന്നെയും ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഞാനിപ്പം നമുക്കൊരു രോഗം വരുന്നു, ഒരു മാരക രോഗം വരുന്നു, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റാറുള്ളൂ. പക്ഷേ ഹോമിയോ വന്നാൽ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതല്ലേ പറയുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അടുത്തുള്ള നിയറസ്റ്റ് ലാബിൽ ഇപ്പം ഒരാൾക്ക് ഡെങ്കു പനി വന്നു, ഡെങ്കു ആണോ, ഇപ്പോൾ ഒരാൾക്ക് പനി വന്ന ഉടനെ നമ്മളിത് ഡെങ്കു ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അയാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ആ ഫസ്റ്റ് ഡേയിൽ NS1 ടെസ്റ്റ്, അല്ലെങ്കിൽ ഡെങ്കു IgM IgG നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബിലേക്ക് എഴുതി വിടുന്നു. അപ്പോൾ ലാബ് റിപ്പോർട്ട് വരുന്നു, അപ്പോൾ പറഞ്ഞ് ഡെങ്കു പോസിറ്റീവ് ആണ്, അപ്പോൾ ഡെങ്കു പനിയാന്ന് നമുക്ക് ഡയഗ്നോസ് ആയി.
ഇത് ഹോമിയോപ്പതിക്കാർക്കും ചെയ്യാം, അലോപ്പതിക്കാർക്കും ചെയ്യാം, ആയുർവേദക്കാർക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. പക്ഷേ ഈ മോഡേൺ മെഡിസിൻകാരുടെ അടുത്ത് അലോപ്പതിക്കാർക്ക് ഈ സംവിധാനം എല്ലാം ഉള്ളത് കാരണം അവിടെ തന്നെ അങ്ങ് തുടരുന്നു. അത് അതാണ് തന്നെ സംഭവിക്കുന്നത്. അതാണ് ഹോസ്പിറ്റൽസിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവിടെ ലാബ് ഉണ്ടാവും, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കുറയുന്നു, ഡെങ്കിന് പ്ലേറ്റ്ലെറ്റ് കുറയുന്നു, 20,000 താഴെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. അതിനുള്ള സംവിധാനം അവിടെ ഉള്ളത് കൊണ്ട് അവർക്കത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും രോഗികൾക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കേസിൽ നമ്മളിത് റെഫർ ചെയ്ത് ഈ സംവിധാനം ഉള്ളിടത്ത് പോകാൻ നമ്മൾ പറയുമല്ലേ. പക്ഷേ ഹോമിയോപ്പതി മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. അപ്പം എന്തുകൊണ്ട് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ ഇത്ര സൗകര്യങ്ങളില്ലേ? ഇപ്പം ഇന്ന് കേരളത്തിൽ ഏതാണ്ട് സർക്കാർ സംവിധാനത്തിൽ 1200ഓളം ഹോമിയോ ഡിസ്പെൻസറികളുണ്ട്. ഗവൺമെൻറ് തലത്തിൽ മെഡിക്കൽ ഓഫീസർമാർ വർക്ക് ചെയ്യുന്ന. അത് നാഷണൽ NHM എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 400ഓളം ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ്ട് 700ഓളം ഉണ്ട്. ഇത്തവണയും ഒരു 40 ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഏതാണ്ട് 34ഓളം കിടത്തി ചികിത്സിക്കുന്ന ആശുപത്രികളുണ്ട് ഹോമിയോപ്പതിയിൽ. എല്ലാ ജില്ലകളിലും ആശുപത്രികളുണ്ട്. ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ബോട്ടുകൾ ഏതാണ്ട് 4 ഓടുന്നുണ്ട്. മൊബൈൽ യൂണിറ്റുകൾ 3 ഉണ്ട്. 27ഓളം ഈ ട്രൈബൽ ഏരിയാസിൽ SC/ST കൂടുതൽ ആൾക്കാർ ഉള്ളിടത്ത് വർക്ക് ചെയ്യുന്ന ഏതാണ്ട് 27ഓളം ആശുപത്രികളുണ്ട്. അപ്പം ഈ രീതിയിൽ അതുപോലെ 5 ഹോമിയോ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഇവിടേക്ക് ഈ ഡയഗ്നോസിസിന് സംവിധാനം ഉണ്ടോ? എല്ലായിടത്തും ലാബ് ഫെസിലിറ്റി, അൾട്രാസൗണ്ട്, എക്സ്റേ ഒക്കെ ഉള്ള സംവിധാനങ്ങളല്ലേ. ഇതൊന്നും ആരുടെ കുത്തകയല്ലല്ലോ. മെഡിക്കൽ കോളേജിലും ഇതൊക്കെ സയന്റിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചവർക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചൂടെ? ശരി, അത് നമ്മൾ യൂട്ടിലൈസ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഇത് അലോപ്പതിയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കാം. എനിക്ക് വയ്യ, എനിക്ക് തളർച്ച, ഭയങ്കര പ്രശ്നം, എണീക്കാൻ വയ്യ. ഞാൻ സാധാരണ ആശുപത്രി ചെയ്യുന്ന അവർ പരിശോധിച്ചിട്ട് പറയും ക്യാൻസറാണ് അല്ലെങ്കിൽ വൃക്കയാണ്, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അത് കണ്ടുപിടിച്ച് എന്നെ അടുത്ത് ചെയ്യുമെന്നുള്ളതാണ്. അതോ നിങ്ങൾ അവിടെ പോയി ചികിത്സ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ വരുമോ ഞങ്ങൾ ചികിത്സിക്കാതെ? ഒരിക്കലും ഇല്ല. ഈ ഡയഗ്നോസിസും ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നമ്മൾ വെളിയിൽ വിട്ട് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ഇതുപോലെ സർക്കാർ സംവിധാനത്തിലുള്ള ചെല്ലുന്നെങ്കിൽ അവിടെയുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. സർക്കാർ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുന്നതും നമ്മൾ പുറത്തുള്ള ലാബുകൾ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പിന്നെ സ്റ്റോൺ ഡിസീസുമായിട്ട് വയറുവേദനയായിട്ട് വരുന്ന നമ്മളോട് അൾട്രാസൗണ്ട് എടുക്കാൻ പറയും. നോക്കുമ്പോഴത്തേക്ക് സ്റ്റോണാണ്. അപ്പോൾ ഇയാൾക്ക് കിഡ്നി സ്റ്റോൺ ആണെന്ന് നമുക്ക് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ ECG എടുക്കാൻ പറയാം, അല്ലെങ്കിൽ TMT എടുക്കാൻ പറയാം. എന്നിട്ട് ഫൈൻഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെർട്ട് ആണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഞാനുള്ളതാണെങ്കിൽ അയാൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു കാർഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്യും. നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണും, അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുമെന്ന് പറയും. അവർക്ക് ഹോമിയോപ്പതി താല്പര്യമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറയും. അതല്ല അലോപ്പതി കഴിക്കണമെന്നിട്ട് അങ്ങനെയുള്ളവർക്ക് അത് തുടരാൻ പറയും. അല്ലാതെ ഇവിടെ നമുക്ക് രോഗിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അതാണ്. അത് ഏത് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും രോഗിക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അസുഖം ഉണ്ടാകും. ഇപ്പം നമ്മൾ സർജറി വേണ്ട ഒരു അസുഖം ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ വീണ് കാലൊടിഞ്ഞു, സർജറി ചെയ്യണം. അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖം വന്നു, ബൈപ്പാസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം അല്ല, അപ്പം എന്താ പരിഹാരം? ഇല്ലില്ല, ബൈപ്പാസ് വേണ്ട. എൻ്റെ ഹൃദയം ബ്ലോക്കാ, 4 ബ്ലോക്ക്, 5 ബ്ലോക്ക്, എത്ര ബ്ലോക്ക്? 6? ഇല്ല, എല്ലാ ബ്ലോക്കും എത്ര ബ്ലോക്കും ആയിക്കോട്ടെ. എമർജൻസി മെഡിസിൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനാണ്. ഈ പറഞ്ഞ അലോപ്പതി സിസ്റ്റത്തിന് മാത്രമാണ് ആ സംവിധാനം ഉള്ളത്. അതിനകത്ത് പ്രധാനമായിട്ട് ഗൈനക്കോളജി എമർജൻസി വരുന്നുണ്ട്, ആക്സിഡൻസ് വരുന്നുണ്ട്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വരുന്നുണ്ട്, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട വരുന്നുണ്ട്, സ്ട്രോക്ക് വരുന്നുണ്ട്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആശ്രയിക്കുന്നത് ഈ പറയുന്ന അലോപ്പതി സിസ്റ്റത്തെയാണ്, അലോപ്പതി ആശുപത്രികളാണ്. ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, നമ്മൾ സിറ്റിയിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു 100 രോഗികളെ ഇനി വിളിക്കുക, 100 പേഷ്യൻസ് ഇനി വരാൻ പറയുക. ആ 100 രോഗികൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമർജൻസി മാനേജ്മെൻറ്റ് വേണ്ടി വരുന്ന എത്ര പേഷ്യൻസ് കാണും? 2 അല്ലേ 3? വേണ്ട, 10, 15, 20 വെച്ചോ. പോയിട്ട് 80% ആൾക്കാർ ഹോമിയോപ്പതിക്കാർക്ക് ചികിത്സിക്കാവുന്നതാണ്. ഓക്കെ. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് നടക്കുന്നത്. എന്തും അങ്ങോട്ട് പോകുന്നു. ഏതാണ്ട് 90% ആൾക്കാരും ഓടിയെത്തുന്നത് ഈ പറഞ്ഞ അൾട്രാ ഫെസിലിറ്റീസ് ഉള്ള സംവിധാനത്തിലേക്കാണ്. ജലദോഷം വന്നാലും മൂക്കുപനിയാണേലും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ എമർജൻസി മാനേജ്മെൻറ്റ് മാത്രം മതി ഈ പറഞ്ഞ സിസ്റ്റം. ഓക്കെ. നമ്മുടെ ജനത്തിനെ ഏത് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ പണം എന്തുമാത്രം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് മിഷനറിയിൽ എന്തുമാത്രം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിനകത്തുനിന്ന് തന്നെ വ്യക്തമായില്ലേ. അപ്പോൾ ഇത് എക്സ്പെൻസീവ് അല്ല ഹോമിയോ ചികിത്സ? എക്സ്പെൻസീവ് അല്ലേ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫിസിഷ്യൻ.
ഡോക്ടർ അയാൾ കൊടുക്കുന്ന മരുന്നുകൾക്കൊക്കെ ചിലപ്പം കാശ് കുറവായിരിക്കും, പക്ഷേ അയാൾ ചാർജ് ചിലപ്പം കൂടിയെന്നിരിക്കും. കൺസൾട്ടിങ് ഫീ എത്ര വേണമെങ്കിലും വാങ്ങിക്കും, അതിനൊരു ലിമിറ്റില്ലല്ലോ, മനസ്സിലായില്ലേ? പിന്നെ അയാളുടെ പിന്നെ എത്ര വർഷമായി അയാൾ ഈ ഫീൽഡിലുണ്ട്, അതിനൊക്കെ മരുന്നുകളുടെ വില താരതമ്യേന കുറവാണ്. താരതമ്യേന കുറവാണ്. അതുകൊണ്ടാണ് ഇത് പിന്നെ പബ്ലിക്ക് കൂടുതൽ. ഏതാണ്ട് ഇന്ന് WHO കണക്കനുസരിച്ച് ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി ഇന്നുണ്ട്. അതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ലോകത്തിൻ്റെ ഹോമിയോപ്പതി തലസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്, മനസ്സിലായില്ലേ? അപ്പം ഈ കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും സംവിധാനമൊക്കെ ഉള്ളതും ഏതാണ്ട് 15,000-ൽ പരം ഹോമിയോപ്പതി ഡോക്ടർമാരും ഉള്ള ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അതുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് ഇത്രയും ഡോക്ടർമാർക്കുള്ള രോഗികളുണ്ടോ? വൈ നോട്ട്? കാരണം ഇവിടെ ഞാൻ എത്തുന്നുണ്ട്. ഇപ്പം അവർക്ക് ലാഭകരമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇതിനകത്തൊരു സ്കില്ല് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? ഈ മെഡിസിൻ ഐഡൻറ്റിഫിക്കേഷൻ ഇറ്റ് ഈസ് ആൻ ആർട്ട്. വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയത് കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പനി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 15-20 മരുന്നിൽ നിന്ന് ഒരു മരുന്ന് എടുത്ത് കൊടുക്കാൻ അയാൾ എക്വിപ്ഡ് അല്ല. അതിന് വളരെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുകയും ഈ രീതിയിൽ രോഗികളെ അനലൈസ് ചെയ്യുകയും കറക്റ്റ് മരുന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം കുറയുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ആ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്? ഒരു രോഗി എത്തിയാൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അതപ്പം ആദ്യമേ ഞാൻ പറഞ്ഞു, ഒരു രോഗി വരുമ്പോഴത്തേക്ക് അയാളെ നമ്മൾ വിളിച്ചു. ഇപ്പം നിലവിലുള്ള സിംറ്റംസ് മുഴുവൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഒപ്പം ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു. പ്രായമുള്ളവർ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ അടുത്ത് ചോദിക്കുന്നു, എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെയായി, മനസ്സിലായില്ലേ? അപ്പം ആ സിംറ്റംസ് രോഗത്തിൻ്റെ മാത്രമേ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും എല്ലാം ഫാമിലി ഹിസ്റ്ററി ചോദിക്കും, പാസ്റ്റ് ഹിസ്റ്ററി ചോദിക്കും, ഇയാളുടെ ജീവിത രീതി സാഹചര്യം ചോദിക്കും, ഇയാളുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ചോദിക്കും. ഇതെല്ലാം ഇതെല്ലാം ചികിത്സയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ അത് അലോപ്പതിക്ക് ബാധകമല്ലല്ലോ. അലോപ്പതിക്ക് നിങ്ങൾക്ക് ഒരു ലക്ഷണമാണ് അതിന് മരുന്ന് തരുക ചെയ്യുന്നത്. അല്ല, അത് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാ സിസ്റ്റംസും നോർമലാണ്. ഹാർട്ട്, ലങ്സ്, കിഡ്നി എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ബ്ലഡ് പിക്ചർ, സ്കാനർ, CT, MRI എല്ലാം എടുത്തു. ഒരു ഫൈൻഡിങ്സും ഇല്ല. പക്ഷേ നിങ്ങൾ പറയുന്നു 1+1 = 2 എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണമാണ്, നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് ഉറക്കമില്ല. അപ്പം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അയാൾ രോഗിയാണോ അല്ലയോ? രോഗിയാണ്. സയൻസ് പറയുന്നു ഇയാൾ രോഗിയല്ല. പക്ഷേ ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രാധാന്യം. ഹോമിയോപ്പതിക്കാർക്ക് ഈ ഒരവസ്ഥയിൽ നിങ്ങൾ എത്ര പെർഫെക്റ്റായിട്ട് ഈ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്താലും ഇയാളുടെ ഈ പറയുന്ന വിഷമങ്ങൾ, അയാളുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നു, അയാളുടെ മറ്റ് സിംറ്റംസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായി. അല്ല, അപ്പം ഏത് രോഗത്തിനും ചികിത്സയുണ്ട് നിങ്ങൾക്ക്? എല്ലാ രോഗവും. ഞാൻ പറഞ്ഞു എമർജൻസി മാനേജ്മെൻറ്റ് ഒഴിച്ച്. എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ക്രിട്ടിക്കൽ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സസറി മെഷേഴ്സ് വേണം. അതിനുള്ള സംവിധാനം ഉള്ളിടത്ത് നമ്മൾ പോയേ പറ്റൂ. അവിടെയാണ് ഈ 20% നമ്മൾ മോഡേൺ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യണം, ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം. അവരുടെ സ്ഥാനം അവിടെ അവരർഹിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക തന്നെ വേണം. അവരൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 80%, 80 ഈ 20 ചേരുമ്പോൾ കറക്റ്റായിട്ട് ഈ ലോകത്ത് നമുക്ക് നല്ലൊരു ഹെൽത്തി സ്റ്റേജിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. അവരംഗീകരിക്കുന്നേ ഇല്ല. ഇത് അവരംഗീകരിക്കുന്നതാണ്. പക്ഷേ ആ കച്ചവടത്തിൻ്റെ താല്പര്യമായിരിക്കും. അതാണ് ഇത്. കാരണം അവർക്ക് ഈ എമർജൻസി മെഡിസിൻ ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രോസസ്സാണ്. മറ്റേത് ചെറിയ മുതൽ മുടക്കിൽ കൂടുതൽ കാശ് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിനൊരു മനസ്സ് വേണം. പിന്നെ അതുപോലെയാണ് ഇപ്പം പിന്നെ മറ്റു മേഖലയുള്ള ഏതാണ്ട് 60,000 പേര് ഇറങ്ങുമ്പം ഹോമിയോപ്പതിയിലെ വെറും 12,000 പേര് ഇറങ്ങുന്നത്. മനസ്സിലായി? ഇവർക്ക് ജോലി വേണ്ടേ? ആയുർവേദത്തിൽ ഏതാണ്ട് 15,000 പേർ ഇറങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും മുട്ട വിരിച്ചു പോലെ ഇങ്ങനെ ആൾക്കാർ ഡോക്ടർമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് മാക്സിമം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജലദോഷം തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്ത് അവരെ അവിടെ ഒരാഴ്ച കിടത്തി പിന്നെ ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ മെക്കാനിസം ആ രീതിയിലേക്ക് മാറുക. അതിനെ ഇൻഷുറൻസ് കമ്പനികൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ഒന്നും ബാധകമല്ലെന്ന് ഹോമിയോപ്പതിക്ക് അല്ലേ? ഇപ്പം പിന്നെ പല ഇൻഷുറൻസ് കമ്പനികളും വന്നിട്ടുണ്ട്. അപ്പോൾ IP സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് നമുക്ക് ആ ഒരു ഫെസിലിറ്റി കിട്ടത്തുള്ളായിരുന്നു. ഇപ്പം പിന്നെ OP ചികിത്സയ്ക്കും ചില കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്താതിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ചയല്ലേ? നിങ്ങളത് വേണ്ട രീതി ജനങ്ങളെ ബോധവൽക്കരിക്കാത്തതുകൊണ്ടല്ലേ? അതൊരു സത്യമാണ്.
അപ്പം നമ്മുടെ അസോസിയേഷനുകളുണ്ട്, പല പല അസോസിയേഷനുണ്ട്. ഇവർ കാലങ്ങളിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എത്തേണ്ടത് നിങ്ങളെപ്പോലുള്ള മീഡിയാസല്ലേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനമല്ലേ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ. ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പിന്നെ ഒരുപാട് നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ജനനി എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകൾക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് ചികിത്സയ്ക്കുള്ള ഒരു വലിയ സംവിധാനമാണ്. കണ്ണൂർ തുടങ്ങിയതാണ്. 10,000-50,000 പേര് രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കുന്നത്. ലോങ് ക്യൂ ആണ്. ഏതാണ്ട് 400-ൽ പരം കുഞ്ഞുങ്ങൾ ആ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഇതുവരെയും ജന്മം നൽകി കഴിഞ്ഞു. 1 രൂപ പോലും മുടക്കാതാന്ന് നോക്കണം. അപ്പം അതും ഹോമിയോപ്പതിയുടെ പല സംവിധാനങ്ങളും ഫെയിലായി 2-3 പ്രാവശ്യം ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊക്കെ നടത്തി ഫെയിലായി 10-15-20 ലക്ഷം മുടക്കി ഫെയിലായ കേസുകളാണ് ഹോമിയോപ്പതിയിലേക്ക് വരുന്നത്. അപ്പോഴും അവർ ഏറ്റവും അവസാനത്തെ ഇതിനായിട്ട് ഓപ്ഷനായിട്ട് നമുക്ക് വരുന്നത്. അവരിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഏതാണ്ട് 4,000 പേര് ക്യൂവിലാണ്. അപ്പം അതുപോലെ തന്നെ സദ്ഗമയ, അതുപോലെ തന്നെ പിന്നെ ഈ ഡി അഡിക്ഷന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിൽ നീങ്ങുന്നുണ്ട്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. എന്തിന് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 200-250 പേരെ ഇപ്പോഴും കാണാൻ പറ്റും. ഏതാണ്ട് 1,200-ഓളം സർക്കാർ ഡിസ്പെൻസറികൾ കേരളത്തിലുണ്ട്. 200 പേര് വെച്ച് ഡെയിലി വന്നാൽ തന്നെ എത്ര പേരായി? ഈ സംവിധാനം നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം ഇത്? ജീവിതശൈലി രോഗങ്ങൾക്ക് ഹോമിയോ ആയുർവേദമോ ഓക്കെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എനിക്ക് ക്യാൻസർ വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചികിത്സിക്കാൻ പാടില്ല? ഞാനിപ്പം 6-7 ക്യാൻസർ കേസുകൾ ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം ഞാൻ അതിനുള്ള ഫോണിൽ വേണമെങ്കിൽ അവർ വിളിച്ചു തരാം. അതിനുള്ള മരുന്നുണ്ട്. അതെ, അതായത് ഹരിപ്പാട് പിന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, 77 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. എൻ്റെ തിരുവനന്തപുരം ക്ലിനിക്കിൽ വന്നാണ് അവർ ചികിത്സിക്കുന്നത്. അവർക്ക് ഞാൻ മരുന്ന് ഇപ്പോൾ കൊരിയർ അയച്ചു കൊടുക്കുകയാണ്. അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ പിന്നെ ഈ ഡിയോഡിനം, അതായത് നമ്മുടെ ആമാശയം കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്ന സ്മോൾ ഇൻറ്റെസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ക്യാൻസറാണ്. അവർ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അവരിപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു പോവുക. അവർ ഒരു മകനുണ്ടാവും വീട്ടിൽ. ഈ വീട്ടിലെ കംപ്ലീറ്റ് ജോലികളും ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് നീങ്ങുന്ന ഒരു അമ്മയാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ RCC എന്ന് കോവിഡിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നതാണ് ആലുവ ക്ലിനിക്കിൽ. അദ്ദേഹം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഒരു മെറ്റാസ്റ്റാസിസും മറ്റൊരു അവയവത്തിലേക്കും ഇതുവരെയും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടില്ല. പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിലൊക്കെ ക്യാൻസർ കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അപ്പോഴേ ഇത് മറ്റ് അവയവങ്ങളിലേക്ക്, രക്തത്തിലേക്കും അടുത്ത സെക്രട്ടറി ബോർഡിലേക്കും ഒക്കെ പോകും. പക്ഷേ ഇതുവരെ ആ എക്സ്റ്റൻഷൻ നടന്നിട്ടില്ല. ഇതൊക്കെ എവിഡൻസുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ക്യാൻസർ കേസുകളാണ് ഹോമിയോപ്പതിക്കാർ ചികിത്സിക്കുന്ന. ഹോമിയോപ്പതി അതേസമയം അലോപ്പതിയിൽ അതിന് വേണ്ട ചികിത്സ ഇല്ലെന്ന് തോന്നുന്നു. കീമോതെറാപ്പി അല്ലാതെ കാര്യമായിട്ടില്ലെന്ന്. എല്ലാവരും ആ ഓർഗൻ എടുത്ത് മാറ്റും, കീമോതെറാപ്പി കൊടുക്കും, റേഡിയേഷൻ കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. 2-3 വർഷം കൂടി ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കീമോ ഉള്ള പോലത്തെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. കീമോതെറാപ്പി കൊടുത്തിട്ട് ഉണ്ടാകുന്ന ആ ഒരു സൈഡ് എഫക്ട്സ് ഹോമിയോപ്പതിയിലില്ല. ഹോമിയോപ്പതിയിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട് കേരളത്തിൽ. ഹോമിയോപ്പതിയിൽ ക്യാൻസർ മാത്രം ചികിത്സിക്കുന്ന ഒരുപാട് ഡോക്ടർമാർ അവർക്കെല്ലാം പേഷ്യൻസ് ഉണ്ട്, നിറയെ പേഷ്യൻസ് ഉണ്ട്. ഡോക്ടർ ഇസ്മായിൽ സേട്ട് ഇപ്പോൾ കോഴിക്കോടുള്ള നമ്മുടെ റിട്ടയർഡ് പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ അവിടെ 10 ബെഡഡ് ഹോസ്പിറ്റലാണ്. അവിടെ ചെല്ലുന്ന മുഴുവൻ ക്യാൻസർ പേഷ്യൻസാണ്. ഈ പറഞ്ഞ കീമോയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞ് ചെല്ലുന്നവരാണ് അവിടെ ഉള്ളത്. അദ്ദേഹം നല്ല രസകരമായിട്ട് ഈ പെയിനൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അധ്യാപകനാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഒരു 10-15% ആൾക്കാർ മാത്രമാണ് ഹോമിയോപ്പതി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരു 25-30% ആയെങ്കിൽ മാത്രമായിരിക്കും ഇതിനൊരു ഒരു തള്ളിക്കയറ്റൽ വരത്തുള്ളൂ. അതിന് ഈ പറയുന്ന രീതിയിലുള്ള ഡിസ്കഷൻസും ഈ പ്രൊമോഷൻസും ഒക്കെ ആവശ്യമായിട്ട് വരും. ഹൃദ്രോഗമാണെങ്കിലോ? ഹാർട്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഹാർട്ടിൻ്റെ എമർജൻസി സിറ്റുവേഷനിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ബ്ലോക്കൊക്കെ കണ്ടു, ആൻജിയോ ചെയ്തു ഞാൻ പുറത്ത് വന്നു. പിന്നെ എനിക്ക് അവിടെ ചികിത്സിക്കാതെ ഹോമിയോ വന്നാൽ എനിക്കത് പൂർണ്ണമായിട്ട് നല്ല സുഖകരമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വരുന്നവരോ അതല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തിട്ട് വരുന്നവരോ കാലാകാലങ്ങളിൽ അവർ പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ അതെല്ലാം നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. ഇപ്പം ഞാൻ ഏറ്റുമാനൂരുള്ള ഒരു കുഞ്ഞിനെ ഞാൻ ചികിത്സിച്ചു. നിങ്ങളത് ആ കഴിഞ്ഞ നിങ്ങളുടെ ചാനൽ തന്നെയല്ലേ അത് എയർ ചെയ്ത്. 1 വയസ്സുള്ള ഒരു കൊച്ച്
ഈ പറഞ്ഞ പോലെ ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായി. ഈ 18 ദിവസമാണ് ESI കോട്ടയത്ത് ESI ആശുപത്രി കിടന്നത്. ആ കൊച്ചിനെ 18 ദിവസം വെറും 18 ദിവസം കൊണ്ട് ആ കുഞ്ഞ് നോർമലായിട്ട് എഴുന്നേറ്റ് നടന്നില്ലേ? അത് വലിയ വാർത്തയായില്ലേ? അത് നമ്മൾ കണ്ടതല്ലേ? ഇത് അതിനുശേഷം അതിലും വലിയ മോശപ്പെട്ട ഏതാണ്ട് കഴിഞ്ഞ മാസം ഏതാണ്ട് 90ഓളം കുഞ്ഞുങ്ങളെയാണ് ക്ലിനിക്കിൽ കൊണ്ടുവന്നത്. ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. ഇത് വന്ന ആളുകൾ കൂടുതൽ പറ്റുന്നില്ലല്ലേ? പറ്റുന്നില്ല. അതിലും മോശപ്പെട്ട സിറ്റുവേഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ രോഗികളുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാണല്ലോ എന്നുള്ള മനസ്താപത്തിലാണ് ഞാൻ. അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾ വന്നാൽ വലിയ തോതിൽ, ഇപ്പോൾ ആ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. വലിയ തോതിൽ ഹോമിയോപ്പതിക്ക് സ്വീകാര്യത ഉണ്ടാവാം. ഉണ്ട്. അവരെയൊക്കെ ഒരുപാട് പേരൊക്കെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റി. കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരെല്ലാം വളരെ വലിയ ഹാപ്പിനെസ്സിലാണ് അവരെല്ലാം. പക്ഷേ പല രാജ്യങ്ങളും ഹോമിയോപ്പതി നിരോധിച്ചിരിക്കുന്നു പറയുന്നു. എവിടെയാണ് ഒരു രാജ്യം പറ. പിന്നെ ഹോമിയോപ്പതിക്കെതിരെ സംസാരിക്കുന്ന ആദ്യം നോക്കേണ്ടത് WHO വെബ്സൈറ്റിൽ പോയിട്ട് ഹോമിയോപ്പതി നടിച്ചു നോക്കുകയായിരുന്നു. ഉണ്ട്. അതിനകത്ത് 100ഓളം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി അലൗഡാണെന്ന് അവർ തന്നെ എഴുതി വെച്ചിരിക്കുമല്ലേ. മനസ്സ് പഠിച്ചിട്ടാണ് നമ്മൾ മനുഷ്യനെ ചികിത്സിക്കുന്നത്. മറ്റേ അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പഠിച്ചാൽ മനസ്സ് പഠിക്കാൻ പറ്റുമോ? പക്ഷേ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇന്ന് 20,000, നാളെ 1 ലക്ഷം, ആണോ? മറ്റന്നാൾ 2 ലക്ഷം. കാരണം ഇത് എവിഡൻസാണ്. നമ്മൾ കറക്റ്റ് മരുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണല്ലോ ഈ റിസൾട്ട് കാണുന്നത്. അല്ലാതെ ചെന്ന് മന്ത്രിച്ചിട്ടല്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു ഒതുക്കാൻ നോക്കരുത്. മനസ്സിലായി? സിംഗിൾ ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഫാർമസി ഇൻഡസ്ട്രിയാണ്. മനസ്സിലായി? അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം മൾട്ടി മില്യണേഴ്സാണ്.